ഈശ്വരശിയായിട്ട് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ആയിരിക്കുന്നത് ഇറ്റലിയിലെ ലഞ്ചാനോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയാണ് ആദ്യമായിട്ട് റെക്കോർഡഡ് ആയിട്ടുള്ള ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുന്നത്. ഈ അൽത്താരയിൽ ബസീലിയൻ സന്യാസ വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ കോൺസെൻട്രേഷൻ്റെ സമയത്ത് തിരുവോസ്തി ഈശോയുടെ തിരുശരീരമായിട്ട്, തുടിക്കുന്ന മാംസകഷ്ണമായിട്ടും അതുപോലെ കാസയിലെ വീഞ്ഞ രക്തമായിട്ട് മാറി. 750 നടന്ന ആ അത്ഭുതത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് 1970 പോപ്പ് 6-ാമൻ മാർപ്പാപ്പ ഒരു ഔദ്യോഗിക സംഘത്തെ നിയമിച്ചു. അവരെ പല പഠനങ്ങൾക്കും അത് വിധേയമാക്കി. ഈ മാംസരക്തങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ ഒഡ്വാർഡോ ലിനോളി എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഈ അത്ഭുതത്തെക്കുറിച്ച് വിവരിക്കുന്നത് അതിന്റെ തർജ്ജമ നമുക്ക് ഇംഗ്ലീഷിൽ കേൾക്കാം. A histological study carried out by lab tests in 1971 allowed us to positively identify the presence of cardiological tissue. The flesh, therefore, represents a few grams of human heart. Then, in experiments conducted in 1981, that is 10 years later, we identified endocardiac and nerve tissue. Therefore, what we are dealing with here is clearly a heart. In the miraculous blood, the proteins have been broken down using the standard methods for the electroanalysis of blood. The results obtained show values that are within the normal range, although their profile, when looked at as a whole, differs considerably with respect to the norm. The reason for this variation can be understood by two factors. First, a specimen of blood used in a normal electroanalysis is not acceptable after 3 to 4 days because the results it would yield would most certainly be abnormal. Second, and most importantly, this type of electroanalysis is normally carried out on serum of blood, whereas the miraculous blood of Lanciano represents whole blood. ലോകത്തിലെ 150 മുകളിൽ വരുന്ന റെക്കോർഡഡ് ആയിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ പഠനം നടത്തിയപ്പോഴും AB ഗ്രൂപ്പാണ് ഈശോയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് മനസ്സിലാക്കുന്നത്. Characterized by a distinctive wide central cavity and evidence of ventricles. കഷ്ടത അനുഭവിച്ച് മരിച്ച ഒരു മനുഷ്യന്റെ ഹൃദയമാണിതെന്ന് അദ്ദേഹം വിവരിക്കുകയാണ്. We note that it is as if the heart is drawn towards its edges, and along this part we see 12 tiny holes caused by being hammered with nails. It must be explained that this heart, being living tissue, underwent the contraction of rigor mortis, which normally occurs in the heart of a human corpse. This rigor mortis makes a heart close in on itself, and so the monks re-extended and flattened the heart, fixing it on a wooden tablet. At this point, the heart, which naturally contracts in every way and direction, could not close toward the center. Thus it contracted towards its edges, making this outer point rise up. In conclusion, there is no doubt the Eucharistic miracle of Lanciano is composed of flesh and blood of human nature. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായിട്ട് മാറിയ ആ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന സ്ഥലം നമ്മൾ കണ്ടു. ഇനി അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ഏകദേശം 1200-300 വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും അത് ഇപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായിട്ട് ഇതാ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. മനുഷ്യ മക്കളോടുള്ള ഈശോയുടെ അപാരമായ സ്നേഹമാണ് ദിവ്യകാരുണ്യം. ഓരോ ദിവ്യബലിയിലും ഈശോ നമുക്ക് വേണ്ടി പുരോഹിതൻ്റെ കരങ്ങളിലൂടെ മുറിക്കപ്പെടുകയാണ്, ചിന്തപ്പെടുകയാണ്. പച്ച മാംസവും പച്ച രക്തവും നമുക്കുൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ട് ദിവ്യബലിയിലൂടെ തിരുവോസ്തിയായി അപ്പത്തിൻ്റെ രൂപത്തിൽ ദിവ്യകാരുണ്യമായിട്ട് ഈശോ നമ്മുടെ അടുത്തേക്ക് വരികയാണ്.
അപ്പമായി മാറുന്ന ഈശോയുടെ ആ വലിയ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. ഈശോയെ സ്നേഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ വലിയ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആശംസകൾ.